ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ ഹസാരി പ്രസാദ് ദ്വിവേദി എഴുതിയിട്ടുള്ള നാഖൂൻ ക്യോ ബഡ്തേ ഹെ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് അടക്കാം. നാഖൂൻ ക്യോ ബഡ്തേ ഹെ. നാഖൂൻ, നഖം എന്തുകൊണ്ടാണ് വലുതാവുന്നത്? ബच्चे कभी कभी चक्कर में डाल देने वाले प्रश्न कर बैठते हैं. अल्पज्ञ पिता बड़ा दयनीय जीव होता है. കുട്ടികള് ചില സമയത്ത് നമ്മളെ അവതാളത്തിലാക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുറച്ചു മാത്രം അറിവുള്ള അച്ഛൻ എന്ന് പറയുന്നത് ഒരു ദയനീയമായ ജീവിയാണ്. മേരി छोटी लड़की ने जब उस दिन पूछ दिया कि आदमी के नाखून क्यों बढ़ते हैं तो मैं कुछ सोच ही नहीं सका. हर तीसरे दिन नाखून बढ़ जाते हैं. बच्चे कुछ दिन तक अगर उन्हें बढ़ने दे तो माँ बाप अक्सर उन्हें डांटा करते हैं, पर कोई नहीं जानता कि ये अभागे नाखून क्यों इस प्रकार ബടാ करते हैं. അപ്പോൾ എൻ്റെ താഴെയുള്ള പെൺകുട്ടി എന്നോട് ഒരു ദിവസം ചോദിച്ചു എന്തുകൊണ്ടാണ് മനുഷ്യരുടെ നഖം വളരുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഒന്നും പറയാനായിട്ട് സാധിച്ചില്ല, എനിക്കൊന്നും ചിന്തിക്കാനായിട്ട് സാധിച്ചില്ല. ഓരോ 3 ദിവസം കൂടുമ്പോഴും ഈ നാഖൂൻ, നഖം വളരുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ കുറച്ചു ദിവസം നഖം വെട്ടാതെ നടന്നാൽ അമ്മയും അച്ഛനും അവരെ ഓഫൻ അവരെ വഴക്കു പറയും, ഡാറ്റ करते हैं. പക്ഷെ ആർക്കും അറിയില്ല ഈ അൺലക്കി ആയിട്ടുള്ള നഖം എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരുന്നതെന്ന്. काट दीजिए, वे चुपचाप दंड स्वीकार कर लेंगे, पर निर्लज्ज अपराधी की भांति फिर छूटते ही सेन पर हाजिर. आखिर ये इतने बेहया क्यों है? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെട്ടിക്കളയൂ എന്ന് പറയും നമ്മള് ഈ നഖങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവര് വീണ്ടും വളരും. ഇവരെന്തുകൊണ്ടാണ് ഇത്ര ഷെയിംലെസ് ആയിട്ടുള്ളത് ഈ നഖം? कुछ लाख ही वर्षों की बात है जब मनुष्य जंगली था, वनमानुष जैसा. उसे नाखूनों की जरूरत थी. उसकी जीवन रक्षा के लिए नाखून बहुत जरूरी थे. അപ്പം ഒരുപാട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ജംഗ്ലി ആയിരുന്നു. എന്താണ്, വനങ്ങളിലാണ് താമസിച്ചിരുന്നത്. വൻമാനുഷ് ജാസ, വനത്തിൽ താമസിക്കുന്ന മനുഷ്യരെ പോലെയായിരുന്നു. അന്ന് അവർക്ക് ഈ നഖങ്ങളുടെ ജറൂറത്ത് ഉണ്ടായിരുന്നു. ജറൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യം ഉണ്ടായിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നഖങ്ങൾ ആവശ്യമായിരുന്നു. അസൽ മേ വഹി ഉസ്കെ അസ്ത്ര थे. അപ്പോൾ ആക്ച്വലി അവരുടെ അസ്ത്ര എന്ന് പറഞ്ഞാൽ എന്താണ്, വെപ്പൻസ് എന്ന് പറയുന്നത് ഈ നഖങ്ങളായിരുന്നു. ദാത് ബി थे पर नाखून के बाद ही उसका स्थान था. പല്ലുകളും അവരുടെ വെപ്പൻസ് ആയിരുന്നു. പക്ഷെ നഖങ്ങൾക്ക് ശേഷമാണ് ഈ പല്ലുകളുടെ സ്ഥാനം. उन दिनों उसे जूझना पड़ता था, प्रतिद्वंदियों को पछाड़ना पड़ता था. नाखून उसके लिए आवश्यक अंग था. അന്ന് ഈ കാട്ടിൽ ജീവിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമായിരുന്നു. അത് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർ നേരിടുന്ന എല്ലാ തരം പ്രശ്നങ്ങളെയും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, എല്ലാ തരം മൃഗങ്ങൾക്കെതിരെയും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ നഖം എന്ന് പറയുന്നത് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. फिर धीरे धीरे वह अपने अंग से बाहर की वस्तुओं का സഹാര ലേനെ ലഗ. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരെന്താണ്, സ്വന്തം ബോഡി പാർട്ടിനെ വിട്ടിട്ട് പുറത്തുള്ള സാധനങ്ങൾ ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പത്ഥർ കെ ഢേലെ ഓർ പേഡ് കി ഡാലെ കാം മേ ലാനെ ലഗെ. അതായത് ചെറിയ കല്ലുകൾ, അതുപോലെ തന്നെ മരച്ചില്ലകളൊക്കെ ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. രാംചന്ദ്ര ജി കി വാനരി സേന കെ പാസ് ऐसे ही अस्त्र थे. അപ്പം ശ്രീരാമന്റെ വാനർ സേനയുടെ കയ്യിലും ഇങ്ങനത്തെ വെപ്പൻസ് ആണ് ഉണ്ടായിരുന്നത്. उसने हड्डियों के भी हथियार बनाए. इन हड्डी के हथियारों में सबसे मजबूत और सबसे ऐतिहासिक था देवताओं के राजा का वज्र जो ദതീജി മുനി കി ഹഡ്ഡിയോ സെ ബനാ ഥ. അപ്പം മരങ്ങളും അതുപോലെ തന്നെ കല്ലുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അവര് എല്ലുകൾ, ഹഡ്ഡി എന്ന് വെച്ചാൽ എല്ല്, ബോൺസ് ഉപയോഗിച്ചിട്ടുള്ള ഹത്തിയാർ, വെപ്പൻസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പം ഈ ബോൺസ് വെച്ചിട്ടുള്ള വെപ്പൻസിൽ തന്നെ ഏറ്റവും മസ്ബൂത്ത്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഐതിഹാസികമായിട്ടുള്ള, ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒന്നാണ് ദേവന്മാരുടെ രാജാവായിട്ടുള്ള വജ്ര, അതായത് ഇന്ദ്രന്റെ കയ്യിലുള്ള വജ്രാസ്ത്രം. അത് ദതീജി മുനിയുടെ ഹഡ്ഡി, ബോൺസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോൺസ് വെച്ചിട്ടുള്ള വെപ്പൻ. മനുഷ്യ और आगे बढ़ा. उसने धातु के हथियार बनाए जिनके पास लोहे के अस्त्र और शस्त्र थे. वे विजयी हुए.
അപ്പം ഇതൊക്കെ കഴിഞ്ഞു, ബോൺസും കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് മെറ്റൽസ് വെച്ചിട്ടുള്ള വെപ്പൻസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആരുടെ കയ്യിലാണോ മെറ്റൽസ് വെച്ചിട്ടുള്ള വെപ്പൻസ് ഉള്ളത് അവരാണ് എപ്പോഴും വിജയിച്ചുകൊണ്ടിരുന്നത്. देवताओं के राजा तक को मनुष्यों के राजा से इसलिए सहायता लेनी पड़ती थी कि मनुष्यों के राजा के പാസ് ലോഹെ കെ അസ്ത്ര थे. അപ്പം ദേവന്മാരുടെ രാജാവിന് പോലും മനുഷ്യന്മാരുടെ രാജാവിൽ നിന്ന് ഹെൽപ്പ് തേടേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഇവരുടെ മനുഷ്യന്മാരുടെ കയ്യിൽ മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വെപ്പൻസ് ഉണ്ടായിരുന്നു. असुरों के पास अनेक विद्याएं थी पर लोहे के अस्त्र नहीं थे, शायद घोड़े भी नहीं थे. അപ്പോൾ അസുരന്മാരുടെ കയ്യിൽ ഒരുപാട് തരം ട്രിക്സ് ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഒരുപാട് അവർക്ക് വിദ്യ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കയ്യിലും മെറ്റൽസ് വെച്ചിട്ടുള്ള വെപ്പൻസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ കുതിരകളും ഉണ്ടായിരുന്നില്ല. ആര്യോं के पास ये दोनों चीजें थी. ആര്യന്മാരുടെ കയ്യിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നു, മെറ്റൽസ് വെച്ചിട്ടുള്ള വെപ്പൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹോഴ്സസ് ഉണ്ടായിരുന്നു. ആര്യ വിജയ് ഹുയി, അതുകൊണ്ട് തന്നെ ആര്യന്മാര് വിജയിച്ചു. फिर इतिहास अपनी गति से बढ़ता गया. नाग हारे, सुपर्ण हारे, यक्ष हारे, गंधर्व हारे, असुर हारे, राक्षस हारे, ലോഹെ കെ അസ്ത്രോനെ ബാസി മാർ ലി. അപ്പോൾ ഇതിഹാസം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗ് തോറ്റു, അതുപോലെ തന്നെ സുപർണ, യക്ഷ, ഗന്ധർവ്, അസുർ, രാക്ഷസ് എല്ലാവരും പരാജയപ്പെട്ടു. ലോഹയ്ക്ക് അസ്ത്രനെ ബാസി മാർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ വെപ്പൻസ് ആണ് ജയിച്ചത്. ഇതിഹാസ് ആകെ ബട. पलीते वाली बंदूकों ने, कारतूसों ने, तोपों ने, बमों ने, बम वर्षक वायुयानों ने इतिहास को किस कीचड़ भरे घाट तक घसीटा है यह सबको मालूम है. അപ്പൊ ഇനി പറയുന്നത് ബന്ദൂക്ക് എന്ന് വെച്ചാൽ ഗൺ, അതുപോലെ തന്നെ ഇനി പറയുന്നതൊക്കെ ഈ പീരങ്കികള്, തോക്കുകള്, ബോംബ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോംബുകൾ വർഷിക്കുന്ന വായുയാൻ, എയറോപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് ഡെവലപ്പ് ചെയ്തു വന്നു. ഇത്തരം ഡെവലപ്മെന്റ്സ് ഇതിഹാസത്തിനെ കിസ് കീച്ചഡ് ഭരെ ഘാട്ട് തക് ഘസീട്ട ഹെ യ സബ്കോ മാലൂം ഹെ. ഇതിഹാസത്തില് ചെളി പുരട്ടിയതുപോലെയാണ് ഇത്തരം കാര്യങ്ങളുടെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഇത്തരം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വെപ്പൻസ് ഡെവലപ്പ് ചെയ്തതോടെ, ഇൻവെന്റ് ചെയ്തതോടെ എന്തുണ്ടായി? നമ്മുടെ ഇതിഹാസത്തിന് മോശം പേര് വന്നു. നഖ് ധാർ മനുഷ്യ ആറ്റം ബം പർ ഭരോസ കർക്കെ ആകെ കി ഓർ ചൽ പടാ ഹെ. അപ്പോൾ ഈ നഖം ഉള്ള മനുഷ്യൻ ആറ്റം ബോംബിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. पर उसके नाखून अब भी बढ़ रहे हैं. अब भी प्रकृति मनुष्य को उसके भीतर वाले अस्त्र से वंचित नहीं कर रही है. आज भी यह याद दिला देती है कि तुम्हारे नाखून को भुलाया नहीं जा सकता. പക്ഷെ ഇങ്ങനെ ആറ്റം ബോംബൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും മനുഷ്യന്റെ നഖം വളരുന്നുണ്ട്. അത് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് ഉസ്കെ ഭീതർ വാലെ അസ്ത്ര, അവരുടെ ഉള്ളിലുള്ള ആ ഒരു വെപ്പനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ നഖങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തും വഹി लाखों वर्ष पहले के नग दंडावलंबी जीव हो, पशु के साथ एक ही सतह पर വിചരണേ വാലെ ചരണേ വാലെ. അപ്പം നിങ്ങൾ ആ ലക്ഷങ്ങളോളം വർഷങ്ങൾക്ക് മുൻപുള്ള നഖവും പല്ലുമുള്ള അതേ ജീവി തന്നെയാണ്. പശു കെ സാത്ത് ഏക് ഹി സതഹ് പർ വിചരണേ വാലെ, മൃഗങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന അതേ മനുഷ്യർ തന്നെയാണ് നിങ്ങൾ. തത്ഹ किम मैं हैरान होकर सोचता हूँ कि मनुष्य आज अपने बच्चों को नाखून न काटने के लिए डांटता है. किसी दिन कुछ थोड़े लाख वर्ष पूर्व वह अपने बच्चों को नाखून नष्ट करने पर डांटता रहा होगा. അപ്പം റൈറ്റർ ആലോചിക്കാറുണ്ട്, ഇന്ന് മനുഷ്യർ തങ്ങളുടെ കുട്ടികൾ നഖം വെട്ടാത്തപ്പോഴാണ് അവരെ വഴക്ക് പറയുന്നത്. പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കുട്ടികളുടെ നഖം നഷ്ടപ്പെടുന്നതിനായിരിക്കും അവരുടെ പാരന്റ്സ് അവരെ വഴക്ക് പറഞ്ഞിരുന്നത്. लेकिन प्रकृति है कि वह अब भी नाखून को जिलाए जा रही है और മനുഷ്യ है कि वह अब भी उसे काटे जा रहा है. പ്രകൃതി ആണെങ്കിൽ ഈ നഖങ്ങളെ ജീവനോടെ വെക്കുന്നു, മനുഷ്യനാണെങ്കിൽ അതിനെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. वे कमबख्त रोज बढ़ते हैं क्योंकि वे अंधे हैं, नहीं जानते कि मनुष्य को इससे कोटि कोटि गुना शक्तिशाली हथियार मिल चुका है. ഈ നഖങ്ങൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല, അവര്
ബ്ലൈൻഡ് ആണ്. അന്ധേഹ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലൈൻഡ് ആണ്, അവർക്ക് കണ്ണ് കാണുന്നില്ല. അവർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല മനുഷ്യന് ഈ നഖങ്ങളെക്കാൾ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ശക്തിശാലിയായിട്ടുള്ള ഹത്തിയാർ വെപ്പൻസ് കിട്ടിക്കഴിഞ്ഞു എന്ന്. मुझे ऐसा लगता है कि मनुष्य अब नाखून को नहीं चाहता, उसके भीतर बर्बर युग का कोई अवशेष रह जाए यह उसे असह्य है. അപ്പം എനിക്ക് തോന്നുന്നത്, റൈറ്ററിന് തോന്നുന്നത് എന്താണ്? മനുഷ്യന് ഇപ്പോൾ ഇനി നഖത്തിന്റെ ഒരു ആവശ്യവുമില്ല, മനുഷ്യർ നഖം ആഗ്രഹിക്കുന്നില്ല. ബർബർ യുഗത്തിലെ ഒരു റിമെയിൻസും അവർ ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ലേക്കിൻ യഹ് कैसे कहूं, नाखून काटने से क्या होता है, मनुष्य की बर्बरता घटी कहाँ है, वह तो बढ़ती जा रही है. അപ്പോ റൈറ്റർ ചോദിക്കുന്നത്, ഈ നാഖൂൻ വെട്ടുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? മനുഷ്യന്റെ കാടത്വം, ബർബർദ എന്ന് വെച്ചാൽ കാടത്വം, അത് ഇപ്പോഴും കുറഞ്ഞിട്ടില്ലല്ലോ, അത് കൂടിക്കൊണ്ടേയിരിക്കുകയല്ലേ ചെയ്യുന്നത്. മനുഷ്യ के इतिहास में हिरोशिमा का हत्याकांड बार बार थोड़े ही हुआ है, यह तो उसका नवीन रूप है. मैं मनुष्य के नाखून की ओर देखता हूँ, कभी कभी निराश हो जाता हूँ. ये उसकी भयंकर पाशवी वृत्ति के जीवंत प्रतीक है. मनुष्य की पशुता को जितनी बार काट दो वह मरना नहीं जानती. മനുഷ്യന്റെ ഇതിഹാസത്തില് ഹിരോഷിമ ഹത്യാകാണ്ട് ഒരുപാട് പ്രാവശ്യം നടന്നിട്ടില്ല. പക്ഷെ മനുഷ്യരുടെ കാടത്വത്തിന്റെ മറ്റൊരു നവീനമായ രൂപം തന്നെയാണ് ഈ ബോംബാക്രമണങ്ങളും മറ്റ് ഇതുപോലത്തെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. മനുഷ്യന്റെ നഖം നോക്കുമ്പോൾ റൈറ്ററിന് പലപ്പോഴും നിരാശയാണ് തോന്നുന്നത്. മനുഷ്യരുടെ ഉള്ളിലെ ആ മൃഗത്വത്തിന്റെ പ്രതീകമാണ് എന്തെന്ന് പറയുന്നത് അവരുടെ വളർന്നുകൊണ്ടിരിക്കുന്ന നഖം. മനുഷ്യക്ക് പശുതാക്കു ജിത്നി ബാർ കാട്ട് ദോ വ മർന നഹി ജാൻതി. മനുഷ്യന്റെ ആ എന്താണ് പശുത എന്ന് പറഞ്ഞാൽ ആ മൃഗത്വം, മൃഗീയമായിട്ടുള്ള ആ നേച്ചറിനെ എത്ര പ്രാവശ്യം മുറിച്ചു കളഞ്ഞാലും വെട്ടിക്കളഞ്ഞാലും അതിനെ നശിക്കാനായിട്ട് അറിയില്ല, അതിനെ മരിക്കാനായിട്ട് സാധിക്കില്ല. कुछ हजार साल पहले मनुष्य ने नाखून को सुकुमार विनोदों के लिए उपयोग में लाना शुरू किया था. അപ്പോൾ കുറച്ചു കാലം മുൻപ് മനുഷ്യര് അവരുടെ നഖങ്ങളിനെ ഓരോ സുന്ദരമായ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. वात्स्यायन के काम सूत्र से पता चलता है कि आज से 2000 वर्ष पहले का भारतवासी नाखूनों को വാത്സ്യായന്റെ കാമസൂത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരത്വാസി നാഖൂൻസിനെ നന്നായിട്ട് സൂക്ഷിക്കാറുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ നെയിൽസിനെ സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു രീതി ഇപ്പോ മാത്രം തുടങ്ങിയതല്ല, 2000 വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് എക്സിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഉൻകെ കാട്ട്നെ കി കല കാഫി മനോരഞ്ജക് ബത്തായി ഗയി ഹെ. നഖം വെട്ടുന്ന ആ ഒരു കല അതിനെ വളരെ എന്റർടൈനിങ് ആയിട്ട്, മനോരഞ്ജക് എന്ന് പറഞ്ഞാൽ എന്റർടൈനിങ് ആയിട്ടാണ് പറയപ്പെടുന്നത്. ത്രികോൺ, വർത്തുലാकार, चंद्राकार, दंतुल आदि विविध आकृतियों के नाखून उन दिनों विलासी नागरिकों के न जाने किस काम आया करते थे. അപ്പൊ അന്നാണെങ്കിൽ ഈ നഖങ്ങൾ പല ഷേപ്പിലാണ് വെട്ടുന്നത്. ട്രയാങ്കിൾ ആയിട്ട്, സർക്കിൾ ആയിട്ട്, ക്രിസന്റ് ഷേപ്പില് ഇങ്ങനെയൊക്കെ വെട്ടും. എന്നിട്ട് റൈറ്റർ തന്നെ പറയാണ്, അന്നത്തെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഷേപ്പിലൊക്കെ ഉള്ള നഖം എന്ത് ഉപകാരമാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് അറിയില്ല എന്ന്. ഉൻകോ മോം ഓർ അൽതക് से यत्न पूर्वक रगड़ कर लाल और चिकना बनाया जाता था. അപ്പൊ അതിനെയാണെങ്കിൽ മോം എന്ന് വെച്ചാൽ മെഴുക്, വാക്സും അതുപോലെ തന്നെ ഒരു റെഡ് കളറും വെച്ചിട്ടാണ് ഈ നെയിൽസിനെ റെഡ് ആക്കിയിട്ടും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടും വെച്ചിരുന്നത്. गौड़ देश के लोग उन दिनों बड़े बड़े नखों को पसंद करते थे और दक्षिणात्य लोग छोटे नखों को. ഗോഡ് ദേശിലെ ജനങ്ങൾക്ക് വലിയ വലിയ നഖങ്ങളായിരുന്നു അന്ന് ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷെ ദക്ഷിണാത്യയിലെ ജനങ്ങൾക്ക് ചെറിയ നഖമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. अपनी अपनी रुचि है देश के भी और काल की भी, लेकिन समस्त अधोगामिनी वृत्तियों को और नीचे खींचने वाली वस्तुओं को भारतवर्ष ने मनुष्योचित बनाया है. यह बात चाहो भी तो भूल नहीं सकते. ഒരുപാട് യൂസ്ഫുൾ അല്ല എന്ന് കരുതിയിട്ടുള്ള കാര്യങ്ങളെ ഭാരത് വർഷിലെ ജനങ്ങള് മനുഷ്യന് ഉപയോഗിക്കുന്ന രീതിയിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. ആ കാര്യം നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല.
मानव शरीर का अध्ययन करने वाले प्राणी विज्ञानियों का निश्चित मत है कि मानव चित्त की भांति मानव शरीर में भी बहुत सी അഭ്യാസജന്യ സഹജ് വൃത്തിയാ രഹ ഗയി ഹെ. മനുഷ്യ ശരീരത്തിനെ കുറിച്ച് പഠിക്കുന്ന എക്സ്പേർട്സ് ഉണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്. അവരുടെ അക്കോർഡിംഗ് ടു ദം, അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് എന്താണ്, മനുഷ്യന്റെ മനസ്സിലെ പോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിലും അഭ്യാസജന്യ സഹജ് വൃത്തിയാ രഹ ഗയി ഹെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പ്രാക്ടീസ് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന കുറെ കാര്യങ്ങൾ അവരുടെ शरीर नेचुरल अवशेषिकुन्नुंड. दीर्घकाल तक उनकी आवश्यकता रही है. अतएव शरीर ने अपने भीतर एक ऐसा गुण पैदा कर लिया है कि वे वृत्तियां अनायास ही और शरीर के अनजान में भी अपने आप काम करती है. അതായത് ഒരുപാട് കാലം മനുഷ്യൻ അതായത് ഈ ഹോമോസാപ്പിയൻസ് യൂസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്, നഖം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ നഖം കൊണ്ട് കാര്യമായിട്ട് യൂസ് ഇല്ലെങ്കിലും ഒരുപാട് കാലം അത് യൂസ് ചെയ്തിരുന്നു എന്നതുകൊണ്ട് ബോഡിയിൽ നിന്ന് ആ പാർട്ട് എലിമിനേറ്റ് ചെയ്ത് പോകില്ല. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പാർട്സ് പല ഓർഗാനിസത്തിലും ഉണ്ട് എന്നാണ് പറയുന്നത്. नाखून का बढ़ना उसमें से एक है, केश का बढ़ना दूसरा है, दांत का दोबारा उठना तीसरा है, പൽക്കോം കാ ഗിർന ചൗथा है. അപ്പം നഖം വളരുന്നതാണ് അങ്ങനത്തെ ആദ്യത്തെ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ കേശ് കാ ബഡ്ന, മുടി വളരുന്നത്. ദാന്ത് കാ ദുബാര ഉട്ന, അതായത് ആദ്യം പല്ല് പറഞ്ഞു പോയിട്ട് പിന്നെയാണല്ലോ പെർമനന്റ് ടീത്ത് വരുന്നത്, അതാണ് മൂന്നാമത്തെ ഒരു കാര്യം. അതുപോലെ പൽക്കോം കാ ഗിർന ചൗथा है, അതായത് കൺപോളകൾ അടയുന്നത്. और असल में सहजाद वृत्तियां अनजान की स्मृतियों को ही कहते हैं. ഇതൊക്കെ നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്ന കാര്യമല്ലല്ലോ, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നടന്ന് പോകുന്ന കാര്യങ്ങളാണ്, നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യങ്ങളാണ്. हमारी भाषा में भी इसके उदाहरण मिलते हैं. अगर आदमी अपने शरीर की, मन की और वाक की अनायास घटना वाली वृत्तियों के विषय में विचार करे तो उसे अपनी वास्तविक प्रवृत्ति पहचानने में बहुत सहायता मिलती है. पर कौन उसे अपनी वास्तविक प्रकृति पर कौन सोचता है? सोचना तो क्या, उसे इतना भी पता नहीं चलता कि उसके भीतर नख बढ़ लेने की जो सहजात वृत्ति है वह उसके पशुत्व का प्रमाण है. അപ്പം അതായത് റൈറ്റർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളൊന്ന് കാമായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പല കാര്യങ്ങളുടെയും പിന്നിലുള്ള ലോജിക്ക് നമുക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ആരാണ് ആലോചിക്കുന്നത്? ഈ മനുഷ്യർക്ക് മനസ്സിലാകുന്നത് കൂടിയില്ല അവരുടെ ശരീരത്തിൽ വളരുന്ന ഈ നഖങ്ങൾ അവരുടെ ഉള്ളിലുള്ള പശുത, മൃഗത്വത്തിനെയാണ് കാണിക്കുന്നത് എന്ന്. उन्हें काटने की जो प्रवृत्ति है वह उसकी मनुष्यता की निशानी है और यद्यपि पशुत्व के चिन्ह उसके भीतर रह गए हैं पर वह पशुत्व को छोड़ चुका है. ഈ നഖങ്ങൾ വെട്ടുക എന്നുള്ളത് അവരുടെ മനുഷ്യത്വത്തിന്റെ നിശാനി, ലക്ഷണമാണ്. പക്ഷെ പശുത്വത്തിന്റെ ചിഹ്നം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. പശു ബൻകർ, ഈ പശുത്വം എന്ന് പറയുന്നത്, അതായത് ഈ മൃഗത്വം എന്ന് പറയുന്നത് അവർ വിട്ടുകളഞ്ഞു, എന്നാലും അത് ഇപ്പോഴും മനുഷ്യന്റെ ഉള്ളില് റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നഖങ്ങൾ വളരുന്നത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. पशु बनकर वह आगे नहीं बढ़ सकता, उसे कोई और रास्ता खोजना चाहिए. अस्त्र बढ़ाने की प्रवृत्ति मनुष्यता की विरोधिनी है. അപ്പോൾ മനുഷ്യനെ എപ്പോഴും ഒരു പശു ആയിട്ട്, അതായത് ഒരു ആനിമൽ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു വഴി തേടേണ്ടി വരും. പക്ഷേ അസ്ത്ര ബഡാനേക്ക് പ്രവൃത്തി എന്താണ്, ഈ വെപ്പൻസ് ഇങ്ങനെ ഉണ്ടാക്കുക, കളക്ട് ചെയ്യുക എന്നൊക്കെയുള്ള ഈ പ്രവൃത്തി മനുഷ്യതാക്കി വിരോധിനി ഹെ, മനുഷ്യത്വത്തിന് അഗെയിൻസ്റ്റ് ആണ്. മേരാ മൻ പൂछता है किस ओर मनुष्य किस ओर बढ़ रहा है, पशुता की ओर या मनुष्यता की ओर, अस्त्र बढ़ाने की ओर या अस्त्र काटने की ओर. അപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യൻ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? മനുഷ്യത്വത്തിലേക്കാണോ അതോ മൃഗത്വത്തിലേക്കാണോ? അസ്ത്ര ബഡാനെ കി ഓർ, വെപ്പൻസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്കാണോ അതോ വെപ്പൻസിന്റെ പ്രൊഡക്ഷനും യൂസേജും കുറയ്ക്കുന്നതിലേക്കാണോ? मेरी निर्बोध बालिका ने मानो मनुष्य जाति से ही प्रश्न किया है, जानते हो नाखून क्यों बढ़ते हो? यह हमारी पशुता के अवशेष है.
मैं भी पूछता हूँ, जानते हो कि अस्त्र शस्त्र क्यों बढ़ रहे हैं? ये हमारी पशुता की निशानी है. അപ്പം എന്റെ നിർബോധ ബാലിക, എന്റെ നിഷ്കളങ്കിയായ കുട്ടിയാണ്, ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടല്ല കുട്ടി ചോദിക്കുന്നത്. അത് ഈ ഒരു മനുഷ്യജാതിയോട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നഖം വളരുന്നത് എന്ന്. അപ്പം റൈറ്റർ തന്നെ അതിന്റെ ആൻസർ പറയാണ്, ഇത് നമ്മുടെ ഉള്ളിലുള്ള ആ പശുത, മൃഗത്വത്തിന്റെ നിശാനിയാണ്, ഇൻഡിക്കേഷൻ ആണ്. ഇനി റൈറ്റർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അസ്ത്രശസ്ത്ര ഇങ്ങനെ കൂടി വരുന്നത്, വെപ്പൻസ് ഇങ്ങനെ കൂടി വരുന്നത്? ആൻസർ എന്താണ്? യേ ഹമാരി പശുതാ കി നിശാനി ഹെ, നമ്മളുടെ മൃഗീയതയുടെ, മൃഗത്വത്തിന്റെ എന്താണ്, ചിഹ്നമാണ് ഈ വെപ്പൻസ് കൂടി വരുന്നത്. ഭാരതീയ ഭാഷാओं में प्रायः ही अंग्रेजी की इंडिपेंडेंस शब्द का समानार्थक शब्द नहीं व्यवहृत होता. 15 अगस्त को जब अंग्रेजी भाषा के पत्र इंडिपेंडेंस की घोषणा कर रहे थे, देशी भाषा के पत्र स्वाधीनता दिवस की चर्चा कर रहे थे. അപ്പം ഭാരതീയ ഭാഷകളിൽ മിക്കവാറും അംഗ്രേസി, ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസിന് സെയിം മീനിങ് ഉള്ള ഒരു വാക്ക് ഇല്ല. 15th ഓഗസ്റ്റിന് ഇംഗ്ലീഷ് പേപ്പേഴ്സിൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ദേശീയ ഭാഷയിലുള്ള പത്രങ്ങളിൽ സ്വാധീനത ദിവസ് കി ചർച്ച, സ്വാധീനത ദിവസത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ഇൻഡിപെൻഡൻസ് കാ അർത്ഥ ഹൈ അനധീനത യാ കിസി കി അധീനത കാ അഭാവ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് എന്താണ്? അനധീനത, അതായത് ആരുടെയും അധീനത ഇല്ലാതെ എന്നാണ്. पर स्वाधीनता शब्द का अर्थ है अपने ही अधीन रहना. പക്ഷേ സ്വാധീനത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം അധീനതയിൽ ജീവിക്കുക എന്നാണ്. അംഗ്രേസി മേ കഹന ഹോ തോ സെൽഫ് ഡിപ്പെൻഡൻസ് കഹ സക്തേ ഹെ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്വാധീനതയുടെ വേർഡ് എന്താണ്? കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് सेल्फ डिपेंडेंस एनुള്ളതാണ്. मैं कभी कभी सोचता हूँ कि इतने दिनों तक अंग्रेजी की अनुवर्तिता करने के बाद भी भारतवर्ष इंडिपेंडेंस को अनधीनता क्यों नहीं कह सका. അപ്പോൾ റൈറ്റർ ആലോചിക്കാറുണ്ട്, ഇത്രയും വർഷങ്ങൾക്ക് അല്ല ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഭാരതീയ ഭാഷകള് ഇൻഡിപെൻഡൻസിനെ അനധീനത എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാത്തത്. ഉസ്നെ അപ്നി आजादी के जितने भी नामकरण किए, स्वतंत्रता, स्वराज्य, स्वाधीनता, उन सब में स्व का बंधन अवश्य रखा है. ഇന്ത്യയിലെ ഈ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്വതന്ത്രത, സ്വരാജ്യ, സ്വാധീനത എന്നൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വേർഡ്സിലൊക്കെ ഈ സ്വ എന്നുള്ള ഒരു ബന്ധനം ഉണ്ടായിരുന്നു. യഹ് ക്യാ സംयोग की बात है या हमारी समूची परंपरा ही अनजान में हमारी भाषा के द्वारा प्रकट होती रही है. അതായത് ഇത് സംयोग, ഇതൊരു കോയിൻസിഡന്റൽ ആയിട്ടുള്ള കാര്യമാണോ അതോ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ജീവിച്ചു വരുന്ന ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് അറിയാതെ തന്നെ ഭാഷയിൽ ഇത് പ്രകടമായതാണോ? മുझे प्राणी विज्ञानियों की बात फिर याद आती है. सहजाद वृत्ति अनजानी स्मृतियों का ही नाम है. स्वराज होने के बाद स्वभावतः ही हमारे नेता और विचारशील नागरिक सोचने लगे हैं कि इस देश को सच्चे अर्थ में सुखी कैसे बनाया जाए. ഓക്കെ, ഇപ്പം ഈ നാച്ചുറലിസ്റ്റിന്റെ അല്ലെങ്കിൽ സുവോളജിസ്റ്റിന്റെ കാര്യമാണ് റൈറ്റർ ആലോചിക്കുന്നത്. നാച്ചുറലി നമ്മളുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ അറിയാതെ തന്നെ മെമ്മറീസിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാവുന്നത് എന്ന്. നമുക്ക് ഇൻഡിപെൻഡൻസ് നേടിയതിനു ശേഷം നേതാക്കള് ഈ രാജ്യത്തിനെ എങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒന്നാക്കി മാറ്റാം, ഹാപ്പി ആയിട്ടുള്ള ഒരു രാജ്യമാക്കിയിട്ട് മാറ്റാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. हमारे देश के लोग पहली बार यह सब सोचने लगे हैं. ऐसी बात नहीं है. हमारा इतिहास बहुत पुराना है. हमारे शास्त्रों में इस समस्या को നാനാ ഭാവോ ഓർ നാനാ പെഹലുവോ സെ വിചാരാ ഗയാ ഹെ. അപ്പം നമ്മളുടെ രാജ്യത്തെ ആളുകള് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആദ്യമായിട്ടല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് ആസ്പെക്ട്സിൽ നാനാ ഭാവോ സെ ഓർ നാനാ പെഹലുവോ സെ എന്ന് പറഞ്ഞാൽ അതാണ്, പലതരം ആസ്പെക്റ്റില് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഹം കോയി നൗസിഖിയെ नहीं है जो रातों रात अनजान जंगल में पहुंचकर
आरक्षित छोड़ दिए गए हैं। हमारी परंपरा महिमामयी, उत्तराधिकार विपुल और संस्कार उज्ज्वल है. ഇപ്പോൾ നമ്മളാണെങ്കിൽ പെട്ടെന്ന് ഒരു കാട്ടിൽ ചെന്നുപെട്ട ആളുകളൊന്നുമല്ല. നമുക്ക് ഒരു കൾച്ചർ ഉണ്ട്, പരമ്പരയുണ്ട്, വളരെ മഹത്വപൂർവമായിട്ടുള്ള മഹിമയുള്ള ഒരു പരമ്പരയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ സംസ്കാരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. हमारे अनजान में भी ये बातें हमें एक खास दिशा में सोचने की प्रेरणा देती है. यह जरूर है कि परिस्थितियां बदल गई है, उपकरण नए हैं और उलझनों की मात्रा भी बहुत बढ़ गई है. പക്ഷേ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഡിവൈസസിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. പുതിയ പുതിയ ഉൽझने प्रॉब्लम्स എല്ലാം വന്നിരിക്കുന്നു. पर मूल समस्या बहुत अधिक नहीं बदली है. भारतीय चित्त जो आज भी अनधीनता के रूप में ना सोचकर स्वाधीनता के रूप में सोचता है, वह हमारे दीर्घकालीन संस्कारों का फल है. वह स्व के बंधन को आसानी से नहीं छोड़ सकते. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രോബ്ലം ഇപ്പോഴും മാറിയിട്ടില്ല. ഭാരതീയരുടെ മൈൻഡിൽ ഇപ്പോഴും ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണ്? അനധീനത എന്നുള്ളതിനെ ആക്സെപ്റ്റ് ചെയ്യാതെ സ്വാധീനത, എല്ലാ കാര്യത്തിലും ഈ സ്വ ചേർക്കുന്ന ഒരു प्रश्न इविडुल्लोर्कु इप्पोഴും ഉണ്ട്. अपने आप पर अपने आप के द्वारा लगाया हुआ बंधन हमारी संस्कृति की बड़ी भारी विशेषता है. അതായത് നമ്മൾ നമ്മളുടെ മേലെ തന്നെ സ്വയം ഏർപ്പെടുത്തുന്ന ഒരു റെഗുലേഷൻ, കൺട്രോൾ, അതിനെയാണ്, അത് നമ്മളുടെ കൾച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ കൾച്ചറിന്റെ ഒരു സ്പെഷ്യാലിറ്റി. मैं ऐसा तो नहीं मानता कि जो कुछ हमारा पुराना है, जो कुछ हमारा विशेष है, उससे हम चिपटे ही रहे. അതായത് റൈറ്ററിന്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് എന്താണ്, നമ്മളുടെ പണ്ടത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ സ്പെഷ്യാലിറ്റീസ്, ഇതിനോടൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെന്ന് കരുതുന്ന ഒരാളല്ല റൈറ്റർ. പുരാനി കാ മോഹ സബ് സമയ് വഞ്ചനീയ നെഹി ഹോത്ത. അതായത് ഈ പണ്ടത്തെ കാര്യത്തിനോട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുക, അതിനെ കുറിച്ച് എപ്പോഴും അതിനെ ആഗ്രഹിക്കുക എന്നുള്ളത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. मरे बच्चे को गोद में दबाए रहने वाली बंदरिया मनुष्य का आदर्श नहीं बन सकती. അതായത് മരിച്ച കുട്ടിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മടിയിൽ കിടത്തിക്കൊണ്ടിരിക്കുന്ന ബന്ദരിയ, ഫീമെയിൽ മങ്കി, അത് മനുഷ്യന്റെ ആദർശമായി മാറില്ല. അതായത് ഈ ഒരു ഫീമെയിൽ മങ്കി ചെയ്യുന്നത് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതൊരു ആദർശാക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല. परंतु मैं ऐसा भी नहीं सोच सकता कि हम नई അനുസന്ധിത്സ के नशे में चूर होकर अपना സർബസ് ഖോദേ. പക്ഷെ ഞാൻ ഇതിലും വിശ്വസിക്കുന്നില്ല. നമ്മൾ പുതിയ പുതിയ റിസർച്ചിന് വേണ്ടിയിട്ട് അതിന്റെ നശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു അഡിക്ഷനിൽ പെട്ടിട്ട് നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തണം എന്നും ഞാൻ കരുതുന്നില്ല. അതായത് റൈറ്റർ ഉദ്ദേശിക്കുന്നത് പണ്ടത്തേനെ വിട്ടുകളയാൻ വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു ടൈപ്പ് അല്ല റൈറ്റർ. അതുപോലെ തന്നെ എന്നാൽ പുതിയതിന് വേണ്ടിയിട്ടുള്ള സെർച്ചിൽ അഡിക്റ്റഡ് ആയിട്ട് ഉള്ളത് നഷ്ടപ്പെടുത്തുന്ന കൂട്ടത്തിലും അല്ല. കാളിദാസ് ने कहा था कि सब पुराने अच्छे नहीं होते, सब नए खराब ही नहीं होते. കാളിദാസൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, മുൻപത്തെ കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ എല്ലാതും നല്ലതല്ല, എന്നാൽ പുതിയ എല്ലാ കാര്യങ്ങളും ചീത്തയുമല്ല. ഭലേ ലോഗ് दोनों की जांच कर लेते हैं, जो हितकर होता है उसे ग्रहण करते हैं, और मूड लोग ദൂസറോ കെ ഇഷാരെ പർ ഭട്ടക്തേ രഹത്തെ ഹെ. അപ്പൊ അതായത് അറിവുള്ളവര്, നല്ല ആളുകൾ എന്താണ്, രണ്ടിനെയും അനലൈസ് ചെയ്യും. പണ്ടത്തെ കാര്യത്തെയും പുതിയ കാര്യത്തെയും അനലൈസ് ചെയ്തിട്ട് അവരുടെ അക്കോർഡിങ് എന്താണ് ശരി, അവർക്ക് എന്താണ് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ മൂഢന്മാരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഇഷാരെ പർ ഭട്ടക്തേ ഹെ, മറ്റുള്ളവരുടെ ആക്ഷൻസ് നോക്കിയിട്ട് അല്ലെങ്കിൽ അവര് എങ്ങനെയാണോ ഡയറക്റ്റ് ചെയ്യുന്നത്, അവർ കൊടുക്കുന്ന ഡയറക്ഷൻസിനനുസരിച്ചാണ് ജീവിക്കുന്നത്. सो हमें परीक्षा करके हितकर बात सोच लेनी होगी, और अगर हमारे पूर्व संचित भंडार में वह हितकर वस्तु निकल आए तो इससे बढ़कर और क्या हो सकता है. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത് എന്ന് വെച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്യണം. അത്രയാണ് ഇതുവരെയുള്ള ഈ പാരഗ്രാഫിൽ പറയുന്നത്. ജാതിയാ ഇസ് ദേശ് മേ അനേക് ആയി ഹെ,
ലഡ്തി झगड़ती भी रही है फिर പ്രേം പൂർവക് ബസ് ബി ഗയി ഹെ. അപ്പോൾ ജാതികൾ ഒരുപാട് ഈ ദേശത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താണ് പീസ്ഫുൾ ആയിട്ട് ജീവിച്ചിട്ടുണ്ട്. സഭ്യത की नाना सीढ़ियों पर खड़ी और नाना और मुख करके चलने वाली इन जातियों के लिए एक सामान्य धर्म खोज निकालना कोई सहज बात नहीं है. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബിലീഫ് ഉള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറക്ഷൻസിൽ പോകുന്ന ഈ ജാതികൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഭാരത് വർഷ് के ऋषियों ने अनेक प्रकार से इस समस्या को सुलझाने की कोशिश की थी, पर एक बात उन्होंने लक्ष्य की थी, समस्त वर्णों और समस्त जातियों का एक सामान्य आदर्श भी है, वह है अपने ही बंधनों से अपने को बांधना. ഓക്കെ, അപ്പൊ പണ്ടത്തെ ഋഷിമാര് ഇതുപോലെ ഈ ജാതികൾക്കും വർണ്ണങ്ങൾക്കും പല പല ജാതികള് പല പല റേസസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതിനെല്ലാം കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ കുറെ നാളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് എന്താണ്, സ്വയം നമ്മളെ തന്നെ നമ്മള് कंट्रोल या रेगुलेट किया एनुള്ളത്. मनुष्य पशु से किस बात में भिन्न है, आहार निद्रा और पशु सुलभ स्वभाव उसके ठीक वैसे ही है जैसे अन्य प्राणियों के. അപ്പൊ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അതില് ഈ ഫുഡ് കഴിക്കുന്നത്, അതേപോലെ തന്നെ നിദ്ര സ്ലീപ്പ്, പിന്നെ മറ്റ് മൃഗങ്ങൾക്കുള്ള സ്വഭാവങ്ങളൊക്കെ തന്നെ മനുഷ്യർക്കും ഉണ്ട്. ലേക്കിൻ വ ഫിർ ബി പശു സെ ഭിന്ന ഹെ, പക്ഷെ എന്നാലും അവര് മൃഗങ്ങളിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഉസ്മേ സംയം ഹെ, ദൂസരെ കെ സുഖ് ദുഃഖ് കെ പ്രതി സംവേദന ഹെ, അവർക്ക് പേഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സുഖവും ദുഃഖവും ഒക്കെ അറിയുന്നതിലും അതിനോട് ഇമോഷണലി കണക്ട് ചെയ്യുന്നതിലൊക്കെ അവർക്ക് കഴിവുണ്ട്. ശ്രദ്ധ ഹെ, തബ് ഹെ, ത്യാഗ് ഹെ, ഇതെല്ലാം മനുഷ്യരെ മൃഗങ്ങളിൽ നിന്നും ഡിഫറെന്റ് ആക്കുന്ന ഫീച്ചേഴ്സ് ആണ്. ये मनुष्य के स्वयं के उद्भावित बंधन है, इसलिए मनुष्य झगड़े टंटे को അപ്ന ആദർശ നഹി മാനത. അപ്പൊ ഇതെല്ലാം മനുഷ്യര് സ്വയം തന്നെ ബന്ധിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഫീച്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഝഗഡെ ടണ്ടെ, അതായത് വഴക്ക് ലഹള ഇങ്ങനത്തെ കാര്യങ്ങളെ ഒരിക്കലും തന്റെ ആദർശമായിട്ട് കരുതുന്നില്ല. ഗുസ്സെ മേ ആകർ ചഡ് ദോड़ने वाले अविवेकी को बुरा समझता है एवं वचन मन एवं शरीर से किए गए अत्याचारों को गलत ആചരൺ മാനता है. അപ്പം പെട്ടെന്നുള്ള ദേഷ്യത്തില് അവിവേകം കാണിക്കുന്ന ആളുകള് മോശമാണ് എന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന അസത്യാചരൺ കോ ഗലത് ആചരൺ മാനता है. തെറ്റായിട്ടുള്ള ആചരണത്തിന് എന്താണ്, തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. यह किसी भी जाति या वर्ण या സമുദായ का धर्म नहीं है, यह മനുഷ്യ മാത്ര का धर्म है. അപ്പോൾ ഈ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഒരു ജാതി, ഒരു റേസ്, ഒരു സമുദായത്തിന്റെ ഒന്നും ധർമ്മമല്ല, മനുഷ്യ ജാതിയുടെ തന്നെ ധർമ്മമാണ്. മഹാഭാരത് में इसलिए निर्वैर्य भाव सत्य और अक्रोध को सब वर्णों का सामान्य धर्म कहा है. അപ്പോൾ മഹാഭാരതത്തിൽ അതുകൊണ്ടാണ് സത്യം, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദേഷ്യം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അസൂയൊക്കെ ഇല്ലാതിരിക്കുക, ക്രോധം ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ सामान्य धर्ममाയിട്ട് പറയുന്നത്. गौतम ने ठीक ही कहा था कि मनुष्य की मनुष्यता यही है कि वह सबके दुख सुख को सहानुभूति के साथ देखता है. അപ്പോൾ ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, മനുഷ്യന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് എല്ലാവരുടെയും സുഖ ദുഃഖങ്ങളെ സഹാനുഭൂതിയോടെ കാണുക എന്നതാണ്. യ ആത്മ നിർമ്മിത് ബന്ധൻ ഹി മനുഷ്യക്കോ മനുഷ്യ ബനാത്ത ഹെ. ഈ സ്വയം ഉണ്ടാക്കിയ ഈ ബന്ധനം തന്നെയാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അഹിംസ സത്യ और अक्रोध मूलक धर्म का मूल उत्स यही है. मुझे आश्चर्य होता है कि अनजाने में भी हमारी भाषा में यह भाव कैसे रह गया है, लेकिन मुझे नाखून के बढ़ने पर आश्चर्य हुआ था. अज्ञान सर्वत्र आदमी को पछाड़ता है और आदमी है कि सदा उससे लोहा लेने को कमर कसे है.
അദ്ദേഹം പറയുന്നത്, റൈറ്റർ പറയുന്നത്, അഹിംസ, സത്യ, അതുപോലെ തന്നെ അക്രൂദ് മൂലക് ധർമ്മ ക മൂൽ ഉത്സ യഹി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഹിംസ, അതുപോലെ തന്നെ സത്യം, അക്രോധം, ഇതിനൊക്കെ തന്നെ സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ മേലെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ബന്ധനം തന്നെയാണ്. പിന്നെ അദ്ദേഹം വീണ്ടും പറയാണ്, എങ്ങനെയാണ് നമ്മൾ അറിയാതെ ഈ ഭാഷയിൽ ഇത്തരം ഒരു കാര്യം വന്നത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്ന്. देन अज्ञान सर्वत्र आदमी को पछाड़ता है और आदमी है कि सदा उससे लोहा लेने को कमर कसे है. അതായത് അജ്ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമില്ലായ്മ മനുഷ്യനെ എപ്പോഴും തോൽപ്പിക്കുന്നു, എന്നാൽ മനുഷ്യനാണെങ്കിൽ എപ്പോഴും അതിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. मनुष्य को सुख कैसे मिलेगा? बड़े बड़े नेता कहते हैं वस्तुओं की कमी है और मशीन बैठाओ और उत्पादन बढ़ाओ और धन की वृद्धि करो और ബാഹ്യ ഉപകരണോ की ताकत बढ़ाओ. അപ്പോൾ വലിയ വലിയ നേതാക്കന്മാർ പറയുന്നത് വസ്തുക്കളുടെ ക്ഷാമമുണ്ട്, അതുകൊണ്ട് തന്നെ മെഷീൻസിന്റെ എണ്ണം കൂട്ടുക, പ്രൊഡക്ഷൻ കൂട്ടുക, അതുപോലെ തന്നെ ക്യാപിറ്റൽ കൂട്ടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേതാക്കൾ പറയുന്നത്. एक बूढ़ा था, उसने कहा था बाहर नहीं भीतर की ओर देखो, हिंसा को मन से दूर करो, मिथ्या को हटाओ, क्रोध और द्वेष को दूर करो, लोग के लिए कष्ट सहो, आराम की बात मत सोचो, ആത്മതോഷൻ की बात सोचो, काम करने की बात सोचो. അപ്പം ഇദ്ദേഹം പറയുന്നത്, ഒരു വൃദ്ധനുണ്ടായിരുന്നു, ആ വൃദ്ധൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിംസ മനസ്സിൽ നിന്ന് മാറ്റൂ, മിഥ്യ മാറ്റൂ, ക്രോധം മാറ്റൂ, അതുപോലെ തന്നെ ദേഷ്യം മാറ്റൂ, ലോകത്തിന് വേണ്ടി കഷ്ടം സഹിക്കൂ, ആരാം കി ബാത് മത് സോച്ചോ, നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടുമോ എന്നുള്ളത് ആലോചിക്കണ്ട, അതുപോലെ തന്നെ സ്നേഹത്തെ കുറിച്ച് ആലോചിക്കൂ, സെൽഫ് സഫിഷ്യന്റ് ആവുന്നതിനെ കുറിച്ച് ആലോചിക്കൂ, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും. ഉസ്നെ കഹാ പ്രേം ഹി ബഡി ചീസ് ഹെ ക്യോങ്കി വ ഹമാരെ ഭീതർ ഹെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അതായത് സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം, കാരണം അത് ഹമാരെ ഭീതർ ഹെ, നമ്മളുടെ ഉള്ളിലാണുള്ളത്. ഉശൃംഖലത പശു കി പ്രവൃത്തി ഹെ. എക്സ്ട്രീമിസം എന്ന് പറയുന്നത് മൃഗങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. സ്വ കാ ബന്ധൻ മനുഷ്യ കാ സ്വഭാവ് ഹെ, ബൂഢെ കി ബാത് അച്ഛി ലഗി യാ നഹി പതാ നഹി. ഈ സ്വ എന്നുള്ള ബന്ധൻ മനുഷ്യന്റെ സ്വഭാവമാണ്. ഈ ഒരു വൃദ്ധൻ പറഞ്ഞ കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല. ഉസേ ഗോലി മാർ ദി ഗയി, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. ആദ്മി കെ നാഖൂൻ ബഡ്നെ കി പ്രവൃത്തി ഹി ഹാവി ഹുയി. അതായത് മനുഷ്യന്റെ ശരീരത്തിലെ നഖം വളരുന്ന ആ ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടെയും മുന്നിട്ട് നിൽക്കുന്നത്. मैं हैरान होकर सोचता हूँ बूढ़े ने कितनी गहराई में पैड कर मनुष्य की वास्तविक चारितार्थता का पता लगाया था. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ വൃദ്ധൻ മനുഷ്യനെ കുറിച്ച് എത്ര ഡീപ്പായിട്ടാണ് പഠിച്ചിട്ടുള്ളത് എന്ന്. ഇവിടെ വൃദ്ധൻ എന്ന് ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധിയെയാണ്. ऐसा कोई दिन आ सकता है जबकि मनुष्य के नाखूनों का बढ़ना बंद हो जाएगा. प्राणी शास्त्रियों का ऐसा अनुमान है कि मनुष्य का अनावश्यक अंग उसी प्रकार जड़ जाएगा जिस प्रकार उसकी पूंछ झड़ गई है. അപ്പോ എന്തെങ്കിലും ഒരു ദിവസം വരും, അന്ന് ചിലപ്പോൾ മനുഷ്യന് നഖമുണ്ടായിരിക്കില്ല, അത് കൊഴിഞ്ഞു പോകുമായിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് സുവോളജിസ്റ്റ് പറയുന്നുണ്ട്, ചിലപ്പോൾ മനുഷ്യരുടെ വാല് മുറിഞ്ഞു പോയതുപോലെ, അതിന് ഉപയോഗം ഇല്ലാത്തപ്പോ അത് മുറിഞ്ഞു പോയതുപോലെ നഖവും കൊഴിഞ്ഞു പോയേക്കാമെന്ന്. ഉസ് ദിൻ മനുഷ്യക്ക് പശുത ബി ലുപ്ത ഹോ ജായേഗി, അന്ന് മനുഷ്യന്റെ ഉള്ളിലെ പശുത്വവും ഇല്ലാതാകും. ഷായദ് ഉസ് ദിൻ വ മാരണാസ്ത്രോ കാ പ്രയോഗ് ബി ബന്ദ് കർ ദേഗ, അന്നാണെങ്കിൽ മനുഷ്യര് ഇത്തരം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വെപ്പൻസ് ഉപയോഗിക്കുന്നതും നിർത്തുമായിരിക്കും. തബ് തക് ഇസ് ബാത് സെ ബच्चों को परिचित करा देना वांछनीय जान पड़ता है कि नाखून का बढ़ना मनुष्य के भीतर के पशुता की निशानी है और उसे नहीं बढ़ने देना मनुष्य की अपनी इच्छा है, अपना आदर्श है. പക്ഷെ ആ ഒരു കാലം വരുന്നത് വരെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം, ഈ നഖം വളരുന്നത് മനുഷ്യന്റെ ഉള്ളിലെ പശുത്വത്തിന്റെ ലക്ഷണമാണ്. അത് മുറിക്കുകയോ അതായത് അത് വെട്ടിക്കളയുകയോ വേണ്ടയോ എന്നുള്ളത് മനുഷ്യന്റെ സ്വന്തം ഇച്ഛയാണ്, അതുപോലെ തന്നെ അവന്റെ ആദർശമാണ്. ബൃഹത്തർ जीवन में अस्त्र शस्त्रों को बढ़ने देना मनुष्य की पशुता की निशानी है और उनके बाढ़ को रोकना मनुष्यत्व का तकाजा है. അതായത് ഈ അസ്ത്രശസ്ത്ര കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ
പശുത്വത്തിന്റെ നിശാനിയാണ്, ലക്ഷണമാണ്. എന്നാൽ അതിന്റെ ഈ ഒരു ഒഴുക്ക് നിർത്തുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. മനുഷ്യ में जो घृणा है जो अनायास बिना सिखाए आ जाती है वह पशुत्व की द्योतक है और अपने का संयम रखना दूसरे के മനോഭാവം का ആദർ करना മനുഷ്യ का സ്വധർമ്മ है. അതായത് മനുഷ്യന്റെ ഉള്ളിൽ തനിയെ വരുന്ന ഈ ക്രോധ് അല്ലെങ്കിൽ ഘൃണ തുടങ്ങിയ ഭാവങ്ങളുണ്ട്, അത് തനിയെ വരുന്നതാണ്. അത് പശുത്വത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ സ്വയം കൺട്രോളിൽ വെക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനോഭാവത്തെ അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെയുള്ളത് മനുഷ്യന്റെ സ്വധർമ്മമാണ്. बच्चे यह जाने तो अच्छा हो कि अभ्यास और तप से प्राप्त वस्तुएं मनुष्य की महिमा को सूचित करती है. കുട്ടികൾ ഇത് അറിയുകയാണെങ്കിൽ നല്ലതാണ്. അഭ്യാസ് ഓർ തബ്സെ, തപസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടും കിട്ടുന്ന കാര്യങ്ങള് മനുഷ്യന്റെ മഹിമയെയാണ് സൂചിപ്പിക്കുന്നത്. സഫലത और चारितार्थता में अंतर है. मनुष्य मारणास्त्रों के संचयन से बाह्य उपकरणों के बाहुल्य से उस वस्तु को पा भी सकता है जिसे उसने बड़े आडंबर के साथ सफलता का नाम दे रखा है. सफलता, സക്സസ്, അതുപോലെ തന്നെ ചാരിതാർത്ഥ്യത, ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മനുഷ്യൻ ഈ മാരണാസ്ത്രങ്ങളെ കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ബാഹ്യ ഉപകരണങ്ങള് ഇതെല്ലാം നേടുന്നു. ജിസെ ഉസ്നെ ബഡെ ആഡംബർ കെ സാത്ത്, ഇതിനെല്ലാം വളരെ ആഡംബരത്തോടു കൂടി മനുഷ്യൻ സഫലത, സക്സസ് എന്ന പേര് കൊടുത്തിട്ടുണ്ട്. परंतु मनुष्य की चारितार्थता प्रेम में है, मैत्री में है, त्याग में है, अपने को सबके मंगल के लिए निशेष भाव से दे देने में है. പക്ഷെ മനുഷ്യന്റെ ചാരിതാർത്ഥത, ആക്ച്വൽ സക്സസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സ്നേഹത്തില്, അതുപോലെ തന്നെ മിത്രതയില്, ത്യാഗത്തില്, സ്വയം മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് നൽകുന്നതില് എല്ലാമാണ് ഉള്ളത്. नाखूनों का बढ़ना मनुष्य की उस अंध सहजात वृत्ति का परिणाम है जो उसके जीवन में सफलता ले आना चाहती है. उसको काट देना उस स्वनिर्धारित आत्मबंधन का फल है जो उसे चारितार्थता की ओर ले जाता है. നഖങ്ങള് വളരുക എന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പശുതയുടെ പരിണാമമാണ്. അതുപോലെ തന്നെ അത് മനുഷ്യന്റെ ജീവിതത്തിലെ സഫലത കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉസ്കോ കാട്ട് ദേന, അതിനെ വെട്ടിക്കളയുക എന്നത് മനുഷ്യന്റെ ഉള്ളില് സ്വയം ഫീഡ് ചെയ്തിട്ടുള്ള ആ ഒരു ആത്മബന്ധനത്തിന്റെ റിസൾട്ടാണ്. അതാണ് മനുഷ്യന് ചാരിതാർത്ഥ്യത കൊണ്ടുവരുന്നത്. നാഖൂൻ ബഡ്തേ ഹേ തോ ബഡേ, മനുഷ്യ ഉൻഹെ ബഡ്നെ നഹി ദേഗ. നഖങ്ങൾക്ക് വളരണമെങ്കിൽ വളർന്നോട്ടെ, പക്ഷെ മനുഷ്യൻ അതിനെ വളരാൻ അനുവദിക്കില്ല. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി സമ്മറി നോക്കാം. आचार्य हजारी प्रसाद द्विवेदी दलित निबंधकार है. प्रस्तुत निबंध में उन्होंने नाखून क्यों बढ़ते हैं जैसे सामान्य विषय पर मानव सभ्यता के विकास की दलित गाथा പ്രസ്തുത് കി ഹെ. അപ്പോൾ അദ്ദേഹം ഹസാരി പ്രസാദ് ദ്വിവേദി എന്താണ്, ദലിതനായിട്ടുള്ള ഒരു നിബന്ധകാരാണ്. നാഖൂൻ ക്യൂ ബഡ്തേ ഹെ എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വിഷയത്തെ എടുത്തുകൊണ്ട് സഭ്യതയുടെ, അതായത് ഒരു കൾച്ചറിന്റെ വികാസത്തെയാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത്. द्विवेदी जी के अनुसार नाखून जीवन रक्षा के लिए चरित्र के रूप में प्राणियों को मिले थे. लाखों वर्ष पहले मनुष्य वनों में वनमानुषों की तरह अन्य जंगली जीवों के बीच रहता था. तब अपनी रक्षा के लिए उसे नाखूनों की जरूरत थी. नाखून और दांत ही उसके रक्षा के साधन थे. അദ്ദേഹം പറയുന്നത് മുമ്പ് മനുഷ്യൻ മറ്റു മൃഗങ്ങളുടെ കൂടെ കാട്ടിലാണ് ജീവിച്ചിരുന്നത്. അന്ന് അവരെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ നഖങ്ങള് അവർക്ക് ഉണ്ടായിരുന്നത്. നാഖൂൻ ഓർ ദാന്ത് ഹി ഉസ്കി രക്ഷാക്കി സാധൻ थे. പല്ലുകളും നഖങ്ങളുമാണ് അവരുടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഓർഗൻസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തിരുന്നത്. ധീരെ ധീരെ ഉസ്നെ അസ്ത്ര ശസ്ത്ര വികസിത് കിയെ. ഹഡ്ഡിയോं से पत्थरों से अस्त्र बने. फिर लौह युग आया. പിന്നെ അവര് സ്ലോലി എന്താണ് വെപ്പൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യം മരത്തിൽ നിന്ന്, പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺസ് വെച്ചിട്ട്, പിന്നെ ബോൺസ് വെച്ചിട്ട്, പിന്നെ ലാസ്റ്റ് മെറ്റൽസ് വെച്ചിട്ട് തുടങ്ങി. മാനവ് ने उनसे भयानक अस्त्र बनाए जो देवताओं के पास भी नहीं है. देवता उनसे सहायता की भावना करते.
അതായത് മനുഷ്യൻ ദേവന്മാരുടെ കയ്യിൽ പോലും ഇല്ലാത്ത തരം വെപ്പൻസ് ആണ് ഡെവലപ്പ് ചെയ്തത്. അവസാനം ദേവന്മാർക്ക് പോലും മനുഷ്യന്റെ ഹെൽപ്പ് തേടേണ്ട അവസ്ഥയാണ്. ആര്യോं की विजय गाथा का इतिहास लोहे के अस्त्र ही है जिसके बल पर अन्य संस्कृतियों को पराजित कर उन्होंने आर्य संस्कृति का विस्तार किया. ആര്യന്മാരെ മറ്റ് സംസ്കൃതികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കാനുള്ള കാരണം ഈ മെറ്റൽസിന്റെ വെപ്പൻസ് ഉണ്ടായിരുന്നു എന്നതാണ്. ആജ് മാനവ് अष्टयुग तक पहुंच चुका है पर प्रकृति ने मनुष्य को जो आदिम अस्त्र नाखून के रूप में दिया है वह विद्यमान है. അതായത് ഇപ്പോൾ മനുഷ്യൻ അഷ്ടയുഗത്തിൽ എത്തി നിൽക്കുകയാണ്. എന്നാലും മനുഷ്യരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പണ്ട് മുതലേയുള്ള ഈ നഖം, അവരുടെ വെപ്പനായിട്ടുള്ള ഈ നഖം ഇപ്പോഴും മനുഷ്യരുടെ കയ്യിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. കബി മനുഷ്യ നാഖൂൻ കാട്ടനെ പർ ഡാंटता होगा ആജ് ന കാട്ടനെ പർ डांटता है. പണ്ട് മനുഷ്യരെ നഖം വെട്ടിയതിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതിലായിരിക്കും വഴക്ക് പറഞ്ഞിരുന്നത്, കുട്ടികളെ വഴക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് നഖം വെട്ടിക്കളയാത്തതിലാണ് ചീത്ത പറയുന്നത്. नाखून या प्रकृति को पता नहीं है कि मनुष्य को अब नाखून की जरूरत नहीं है. നഖത്തിനോ പ്രകൃതിക്കോ അറിയുന്നില്ല ഇന്ന് മനുഷ്യന് നഖങ്ങളുടെ ആവശ്യം ഇല്ല എന്ന്. नाखून का काटना भी कम मनोरंजक नहीं है. जो नाखून अस्त्र थे बाद में वे कामसूत्र में क्रीड़ा के लिए उपयोग में आने लगे. അപ്പോൾ ഈ നഖം വെട്ടുന്ന രീതി വളരെ എന്റർടൈനിങ് ആണ്. അത് ഒരു വെപ്പനായിരുന്ന നാഖൂൻ പിന്നെ കാമസൂത്രത്തിലെ ക്രീഡകൾക്ക് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി. उनको सुंदर बनाने की विधियां प्रचलित हुई. वन से नगर तक की यात्रा में बहुत विकास के बावजूद मानव की सहज वृत्ति नष्ट नहीं हुई. ഈ വനത്തിൽ നിന്നും നാട്ടിലേക്കുള്ള ഈ ഒരു യാത്രയില് ഒരുപാട് വികാസം വന്നു. പക്ഷെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ ഒരു കാര്യത്തിന് മാത്രം മാറ്റം വന്നില്ല, അത് നഷ്ടപ്പെട്ടില്ല. नाखून और वेश उसी के अंतर्गत आते हैं. द्विवेदी जी का कहना है कि जब मनुष्य नाखून से अस्त्र का काम लेता था तब पशु तुल्य था, पर आज जो भीषण हथियार बना रहा है यह मनुष्यता है या पशुता का चरम रूप. അപ്പോ മനുഷ്യൻ ഈ നഖം ഒരു വെപ്പനായിട്ട് യൂസ് ചെയ്തിരുന്ന കാലത്ത് മനുഷ്യൻ പശു, അതായത് ആനിമലിനോട് ഈക്വൽ ആയിരുന്നു. പക്ഷെ ഇന്ന് ഇത്രയും ഭീകരമായ വെപ്പൻസ് ഉണ്ടാക്കുന്ന കാലത്ത് ഇത് മനുഷ്യത്വമാണോ അതോ മൃഗത്വത്തിന്റെ തന്നെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രൂപമാണോ എന്ന് ലേഖകന് സംശയമുണ്ട്. ഇസി ക്രम में वे स्वाधीनता पर विचार करते हैं. मनुष्य पराधीन नहीं वह अब भी സ്വാധീനത का പക്ഷധർ है. മനുഷ്യൻ ഇപ്പോഴും സ്വാധീനതയുടെ പക്ഷത്താണുള്ളത്. യഹ് സ്വാധീനത की अधीनता ही है. ഇത് സ്വാധീനതയുടെ അധീനത തന്നെയാണ്. അപ്നെ അധീൻ രഹന, സ്വന്തം കൺട്രോളിൽ ജീവിക്കുക. യഹ് സ്വ കാ ബന്ധൻ നഹി ഛോഡ്ന ചാത്ത ഹെ. അവർ ആ സ്വ എന്നുള്ള ബന്ധനത്തെ വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യഹ് സ്വ അധീനത ഹി മനുഷ്യ കോ മനുഷ്യ ബനാത്തി ഹെ. യഹ് സ്വ ക ബന്ധൻ ഹി ഉസ്മേ സംസ്കാർ ദേത്താ ഹെ. ഈ സ്വബന്ധനാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഈ സ്വബന്ധനാണ് അവരില് സംസ്കാരം നിറയ്ക്കുന്നത്. अंत में द्विवेदी जी कहते हैं नाखून मनुष्य की हिंसक प्रवृत्ति के द्योतक है. एक दिन आएगा जब नाखून जड़ जाएंगे और मनुष्य अस्त्र मुक्त होकर मानवता की रक्षा करेगा. അപ്പം ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത് ഈ നാഖൂൻ മനുഷ്യന്റെ ഉള്ളിലെ ഹിംസയുടെ ലക്ഷണമാണ്. ഒരു ദിവസം വരും അന്ന് മനുഷ്യന്റെ നഖങ്ങൾ കൊഴിഞ്ഞു പോകും. അന്ന് മനുഷ്യൻ അസ്ത്രങ്ങളിൽ നിന്നും മുക്തരാകും, എന്നിട്ട് മനുഷ്യത്വത്തെ രക്ഷിക്കുമെന്ന്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ സമ്മറിയിൽ പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ ഫുള്ള് വായിച്ചിരിക്കാൻ ടൈമില്ല എങ്കിൽ ഈ സമ്മറി എങ്കിലും നന്നായിട്ട് വായിക്കുക. കാരണം അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഈ സമ്മറിയിൽ കൺസോൾഡേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.